എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ വീഡിയോ തയ്യാറാക്കുകയാണ്. തേനീച്ച കൃഷി ചെയ്യുന്നവർക്ക് അല്ല അതിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ തേൻ ഏറ്റവും കൂടുതൽ നമ്മുടെ തേൻ സീസൺ എന്ന് പറയുന്നത് റബ്ബറിൻ്റെ ഇല പൊഴിയുന്ന സമയവും ഇല തളർത്ത് വരുന്ന സമയമാണ്. പക്ഷേ നമ്മുടെ നാട്ടുകാരനുസരിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യം റബ്ബറിൻ്റെ പൂ വരുമ്പോഴാണ് തേൻ കൂടുതൽ കിട്ടുന്നതാണ്. അത് നമ്മൾ കുറ്റം പറഞ്ഞ കാര്യം എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ക്ലാസ്സിനോ കാര്യങ്ങൾക്കോ പോയി കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പം റബ്ബറിൽ നിന്ന് നമുക്ക് ഇന്ന് കിട്ടുന്നത് റബ്ബറിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ രണ്ട് ആദായമുണ്ട്. ഒന്ന് പാലും തേനും. ഇതെത്ര പേർക്കറിയാം എന്നറിയില്ല. എങ്കിലും നമുക്ക് ഇന്ന് ആ വീഡിയോയിലേക്ക് പോകാം. റബ്ബർ വെട്ടി പാല് വീഴുന്ന അത് നിങ്ങൾ ഉണ്ടല്ലോ. റബ്ബർ വെട്ടി പാല് വീഴുന്നു. എന്നാൽ നമുക്ക് റബ്ബറിൽ നിന്ന് കിട്ടുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ആദായമാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ആദായം എന്ന് പറയുന്നത് തേനാണ്. ഇത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. കണ്ടോ, തേൻ വന്ന് നിൽക്കുന്ന കണ്ടോ. ഇത് കണ്ടോ, തേൻ വന്ന് നിൽക്കുന്ന കണ്ടോ. അതായത് ഇല വരുന്നതിൻ്റെ ആ ഞെട്ടിൻ്റെ ആ മൂന്നില പോകുന്ന ആ ഞെട്ടിൻ്റെ അവിടെ നിന്നാണ് തേൻ വരുന്നത്. ഇത് കണ്ടോ, തേൻ കുമളയായിട്ട് വന്ന് നിൽക്കുന്നതിൻ്റെയാണ് കണ്ടോ. തേൻ കുമളയായിട്ട് വന്ന് നിൽക്കുന്ന കണ്ടോ. ഇതാണ് ഇവിടെ നിന്ന് തേനീച്ച വന്ന് ഈ തേൻ വലിച്ചെടുത്താണ് നമുക്ക് തേനറകളിൽ കൊണ്ടുവച്ച് നമുക്ക് തേൻ കിട്ടുന്നത്. ഇതെല്ലാം തേനാകുന്ന പരുവാണ്. ഈ ഇലയുടെ ഈ ഇല മൂത്ത് ഈ പ്രായമാകുമ്പോഴാണ് നമുക്ക് തേൻ കിട്ടുന്നത്. ഇതാണ് തേൻ നിൽക്കുന്നുണ്ടോ. ആ ഞെട്ടിൻ്റെ മുകളിലോട്ട് നോക്കി ഒരു കുമ്പള പോലെ നിൽക്കുന്നുണ്ടോ. ഇതാണ് തേൻ. കണ്ടോ, തേൻ കണം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇനിയും തേനീച്ച വന്ന് ഈ തേൻ വലിച്ച് എടുത്തുകൊണ്ടാണ് പോകുന്നത്. കണ്ടോ, ഇത് കണ്ടോ. ഇതെല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൃത്യത്തില്ല. റബ്ബർ പൂക്കുമ്പം തേൻ എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ അതല്ല എന്നുള്ളത് ഇതാണ് കൃത്യമായ കാര്യം. കണ്ടോ, ഇതാണ് തേൻ കണം. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി. കണ്ടോ, തേൻ കണം. ഇത് നമ്മുടെ അറിവിലേക്ക് കണ്ടോ. സൂര്യൻ ഉദിച്ചു വരുന്നു. സമയം ഏതാണ്ട് 7:30 സമയോളമായി. കണ്ടോ, ഇനിയിപ്പം നമ്മുടെ തേനീച്ചകളെല്ലാം ഇപ്പം തന്നെ അവർ 5:30 ആകുമ്പോൾ ഇപ്പം താമസിച്ച് നേരം വെളുക്കുന്നത് കൊണ്ട് ഇച്ചിരി താമസിക്കും. അല്ലെങ്കിൽ 5:30 ആകുമ്പോൾ അവരുടെ ജോലി ചെയ്യും. കണ്ടോ, നമുക്ക് കിട്ടുന്നത് ഒരു റബ്ബറിൽ നിന്ന് കിട്ടുന്ന ആദായമാണ് പാലും തേനും. അതിൽ ഏറ്റവും കൂടുതൽ ലാഭകരം എന്ന് പറയുന്നത് തേനാണ് എന്നുള്ള കാര്യത്തിൽ അതിൽ സംശയമില്ല. കണ്ടോ, ഈ പാല് വീഴുന്നതോടൊപ്പം ഇതുപോലെ തന്നെയാണ് നമുക്ക് തേനും കിട്ടുന്നത്. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നെടുങ്കുന്ന ഹണി ബീ ഗ്രൂപ്പിൽപ്പെട്ട തൊട്ടിക്കൽ ബീ ഗാർഡിൽ നിന്നുമുള്ള ഒരു ദൃശ്യമാണിത്. ശുദ്ധമായ നാടൻ തേന്, വൻതേന്, ചെറുതേന്, തേൻ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നെടുങ്കുന്ന ഹണി ബീ ഗ്രൂപ്പ് അംഗങ്ങളെയും അതുപോലെ തന്നെ അതിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഒട്ടനവധി ചെറിയ ഗ്രൂപ്പുകളുണ്ട്, അവരെയും സമീപിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് തൊട്ടിക്കൽ ബീ ഗാർഡൻ.